അങ്ങനെ റാഷി ഒരു 6.5 മാസത്തിന് ശേഷം 2 ദിവസം നിൽക്കാൻ പോവാ വരിക. എനിക്ക് ഒരു ദിവസം പോലും വേറെ ഇട്ട് നിൽക്കില്ലല്ലോ, എനിക്ക് സങ്കടമാണ്. അമ്മക്ക് പോലല്ലോ കൊട്ടേക്കാടിക്ക് വലിയ ആളാനാട്ടോ. ഓൻ പോവാൻ വേണ്ടിയാ ഓന് TV ഒക്കെ കൊടുക്കണേ. എന്താ ചെയ്യേണ്ട അവസ്ഥ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ടില്ല. ഇപ്പൊ TV ഒക്കെ എടുത്ത് എന്റെ വണ്ടിക്ക് വെച്ചെന്ന്. ഇജ്ജ് പോണില്ലാന്നാണ് എന്റെ അമ്മച്ചും പോവാക്കണേ. ഏത് മനുഷ്യനാ ഒന്ന് ഫ്രീ ആകാനാ ആഗ്രഹിക്കാത്തത്? അപ്പൊ അങ്ങനെ എന്റെ റാശി പോവാണ് ഗൈസ്. കാശിനെ നെറ്റ് കണ്ട് നിങ്ങള്. ഓനെന്ന് ആരോ വല്ലേക്ക് തള്ളിട്ടു. ഓൻ കണ്ട് ചങ്ങായി കൂടി കളിച്ചതാണ്. കളിക്ക് ഇവന് കിട്ടിയത് നെറ്റുമ്പോ ഒരു പോയ അല്ലേ? എന്താ കഴിച്ചോടിക്കണേ? ഇപ്പൊ അവിടെ സ്വന്തം വീടെത്താനായപ്പോ ആ മുഖത്തൊരു ഫീലിങ്സ് നോക്കിയാല് ആ ഫീലിങ്സ് മാറിക്കണം. ഞാൻ നൊണ്ണപ്പാറയാണോ ചിരിച്ചണേ. ഇതെങ്ങനെ എന്തോ വണ്ടി കയറിയതിനു ശേഷം പിന്നെ ഒരു മൂങ്ങതയാണ്. 4 കിലോമീറ്റർ ഫുള്ള് സാഡ് മൂട്. എന്തൊക്കെയാ സ്റ്റെക്കായ പറയാനേ. സത്യം പറയാണെങ്കിൽ നമുക്ക് മനസ്സില്ല മനസ്സോടെ പോണേ. 4 മറ്റന്നാൾ ഞാൻ ടൂറും പോവാണ്. സങ്കടം കൊള്ളുമ്പോഴാണ് അല്ലേ അമ്മച്ചി? പോകെ കാണിയപ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടൊരു സീനുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിട്ടോ ഇറങ്ങിയിട്ടുള്ള സീന്. പിന്നെ ഈ ഡ്രസ്സിന്റെ തോട്ടക്കാട്ട് തോലൊക്കെ ബോധം കെടുന്നൊക്കെ പറഞ്ഞാണ്ട് വട്ടിക്കാട്ടൊക്കെ ഷർട്ടൊക്കെ ഇടണമല്ലോ. അല്ല ഞാൻ ഇല്ലട്ടാ കുടുംബത്തേക്ക്. മീൻ കിട്ടിയ തോടേ കുട്ടിയില്ലേ? ബാക്കി പറയും. ഉമ്മച്ചിക്ക് എന്താ അറിയില്ലേ, ഭയങ്കര സങ്കടല്ലേ? ഉമ്മച്ചി വിമോക്കനെ ആലോചിക്കുന്നു. അവിടെ ഗായ്സ് ഇറങ്ങിയിട്ടുണ്ട്. ലാക്ഷനിത അവിടെ ചവിട്ടി പൊതിച്ചാൻ കുറെ ചെക്കന്മാര് സൈക്കിളൊക്കെ കൊണ്ടിരിക്കുന്നു. പ്രാവശ്യക്കാരെ ഞങ്ങൾ കാണുന്നു. ഇത് കൂട്ടത്തിൽ അഭിനയിക്കലായി. സത്യം ഓളെ ഇല്ലത്തിലെത്തിട്ടോ. ഇതാണ് ഓളെ ഇല്ല. ഇതാ ഇവിടുന്ന് കൊറേ ആൾക്കാരുണ്ട് ട്ടോ എന്റെ കുപ്പായിട്ട് കാണാൻ. ഇവിടെ കണ്ടങ്ങള് നിറച്ച ആൾക്കാര് ശരിയാവൂടി. സങ്കടമുണ്ട് എനിക്ക്. ഇറങ്ങി പൊയ്ക്കൂടത്. എത്ര നേരായി. സിമ്മൂരി തരാ.